എല്ലാ കൂട്ടുകാർക്കും കൂൾ ഷോർട്സ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള സൂപ്പർ ടേസ്റ്റിലുള്ളൊരു ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആഡ് ചെയ്യാതെ വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഒരു കറി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. ഇത് ഓവർനൈറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ്. ശേഷം വെള്ളം നന്നായിട്ട് ഡ്രെയിൻ ചെയ്തെടുത്തതാണ്. ഈ ഗ്രീൻ പീസ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരല്പം ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അതും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ഇനി ഇത് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ വേണം. ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇത് വേവണ ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. ഞാനിപ്പോൾ 1 മുറി തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണ് വലിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ അതുപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിനൊരു ഭാഗത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ഒരു കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലയൊന്ന് തയ്യാറാക്കണം. ചട്ടി നന്നായി ചൂടായി വരുമ്പോൾ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എണ്ണ ഒന്ന് ചൂടായാൽ ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് മീഡിയം സൈസിലുള്ളൊരു സവാള ഇതുപോലെ കനം കുറച്ചരിഞ്ഞതാണ്. ഇനി സവാളയൊന്ന് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനൊന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ സവാളയൊക്കെ വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയൊരു തക്കാളി കട്ട് ചെയ്തതാണ്. അതുപോലെ 2 പച്ചമുളക് കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ചേർത്ത് കൊടുത്തിട്ടുള്ളതെല്ലാം ഒന്ന് വാടി കിട്ടുന്നത് വരെ വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ തക്കാളിയൊക്കെ ഏകദേശം വാടി കിട്ടിയിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് കുറച്ച് പൊടികളൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അതുപോലെ 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടികളുടെ പച്ചമണക്കൊന്ന് മാറിക്കിട്ടുന്നത് വരെ വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ ഒരു സമയം നമ്മുടെ ഗ്രീൻ പീസ് 3 വിസിലടിച്ചിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേവിച്ചിട്ടുള്ള ഒരു ഗ്രീൻ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ശേഷം നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു കറിയുടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരുപാട് ലൂസല്ല, അതുപോലെ നല്ല തിക്കിലും അല്ല. ഈ ഒരു പാകത്തിനാണ് ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് തിക്കായി പോയാൽ കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ലൂസാക്കി എടുത്താൽ മതി. തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഏറ്റവും അവസാനമായിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഉപ്പിൻ്റെ അളവൊക്കെ നോക്കുക, പോരാന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള തേങ്ങയുടെ അരപ്പൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. അതുവരെ ഒന്ന് ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. ഇപ്പോൾ കറി തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനി ഒന്ന് ചൂടാറിയതിന് ശേഷം സെർവ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെയോ അതല്ലെങ്കിൽ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കോമ്പിനേഷനാണിത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഗ്രീൻ പീസ് ഈ രീതിയിൽ കറി വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഇനിയും ഇതുപോലുള്ള റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് ചാനലൊന്ന് ഫോളോ ചെയ്യുക. ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു.